ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ മുംബൈ വരെ ഒരു ഒഫീഷ്യൽ ട്രിപ്പ് പോവാണ്. അപ്പൊ അതിനായിട്ട് അമ്മയും അളിയനും അനിയനും ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ കാണുന്ന എയർ ഇന്ത്യ, വിസ്റ്റ, പിന്നെ ഇൻഡിഗോ പോലുള്ള കൗണ്ടറുകളാണ്. അവിടെ എന്തെങ്കിലും എൻക്വയറിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ കാണുന്ന ബോർഡാണ് നിങ്ങൾക്ക് പോകേണ്ട ഫ്ലൈറ്റ് നമ്പറും പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരും. അവിടെ സെക്യൂരിറ്റി ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ, സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ചെക്ക് ഇൻ ടൈം ആകുന്ന സമയത്ത് അവിടെ വിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാവുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതാണ്, പുറത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റിന്റെ സെക്യൂരിറ്റി ചെക്കിന്റെ ഒരു ഡിസ്പ്ലേയിൽ കാണിച്ചു. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറി ബാഗ് കാര്യങ്ങളൊക്കെ സ്കാനിങ് പ്രോസസ്സിലൊക്കെ കടത്തി വിട്ടു. നമ്മുടെ ക്യാരി ബാഗിൽ 8 കിലോയും ലഗേജ് ആയിട്ട് 20 കിലോയും നമുക്ക് ക്യാരി ചെയ്യാവുന്നതാണ്. ആ ബാഗിൽ ഒട്ടിച്ചിരിക്കുന്ന സെയിം സ്റ്റിക്കർ നമ്മുടെ ടിക്കറ്റിന്റെ പുറകിലും ഉണ്ടാകുന്നതാണ്. അതൊരു മാച്ചിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ സെക്യൂരിറ്റി ചെക്കിന് ശേഷം നമ്മൾ ഗേറ്റ് പാസിലേക്ക് പോയി. അപ്പോൾ അവര് നമ്പർ അനുസരിച്ച് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറാവുന്നതാണ്. നമ്മൾ ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളെ നമ്പർ വിളിച്ചു, പ്ലെയിനിൽ കയറി. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തോ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വിൻഡോ സീറ്റാണ് സെലക്ട് ചെയ്തത്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ വിൻഡോ സീറ്റ് തന്നെ വേണമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് കണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചകൾക്ക് വളരെ മനോഹരമാണ്. നമ്മുടെ താഴേന്ന് ഫ്ലൈറ്റ് മുകളിലേക്ക് പറന്ന് വരുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മൾ മുകളിൽ എത്തിയപ്പം നമ്മുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ ഒരു ബുക്ക് പോലെ ഒരു ബുക്ക്ലെറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ പുറയിലായിട്ട് ചില കാര്യങ്ങളും അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ഫുഡ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് എയർ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ്. ഇപ്പം ചീസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. ഇഡ്ഡലിയും സാമ്പാറുമാണ്. പിന്നെ ഇപ്പുറത്ത് ഒരു യോഗട്ടാണ്, ഫ്രൂട്ട് യോഗട്ടാണ്. അല്ലാത്ത ചെറിയ യോഗട്ട് നിങ്ങളെ ആദ്യം കാണിച്ചതാണ്. പിന്നെ സ്വീറ്റ് പോലുള്ള ഐറ്റം ഉണ്ട്. അതൊക്കെയാണ് എനിക്ക് പ്ലെയിനിൽ കഴിക്കാൻ കിട്ടിയത്. അത് ഒരു രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പം രാവിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുന്നത്. വൈകുന്നേരം ആവുന്ന സമയത്ത് സ്നാക്സ് ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മുടെ പ്ലെയിൻ മുംബൈയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ എയർപോർട്ടിന്റെ പേര് വരുന്നത് ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. നമ്മുടെ പ്ലെയിൻ ലാൻഡ് ചെയ്ത് റണിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മനോഹരമായ എയർപോർട്ട് ഗ്രൗണ്ടിന്റെ വ്യൂ വരുന്നത്. ഇതാണ് അതിന്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ, പ്ലാറ്റ്ഫോം കാര്യങ്ങളുടെയൊക്കെ. പിന്നെ നമ്മൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ലഗേജ് എവിടെ വരുന്നതെന്ന് ഒരു പറയും, ഏത് ഗേറ്റിലാണ് വരുന്നതെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഇത് 11ലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലഗേജ് നോക്കി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ബാഗ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കർ നമ്മുടെ ടിക്കറ്റിൻ്റെ പുറയിലും കാണും. അതൊരു മാച്ചിങ്, അതായത് നമ്മുടെ ലഗേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ച്. ഊബർ വരുന്നത് ഈ ഒരു പാർക്കിംഗ് സ്പേസിലാണ്, പുറത്ത് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ഊബർ വരുന്നത്. അപ്പോൾ ഞാൻ ഊബർ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടൽ, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ ഹോട്ടലിൽ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു നെക്സ്റ്റ് ബ്ലോഗിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു പോയ സമയത്ത് നമുക്ക് സ്നാക്സ് ആണ് നമുക്ക് എയർപോർട്ടിൽ നമ്മുടെ പ്ലെയിനിൽ വെച്ച് കിട്ടിയത്. ഈവനിങ് ആയിരുന്നു തിരിച്ചുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടിക്കകത്ത് നമുക്ക് കുറച്ച് വെള്ളം, ഒരു സ്നാക്സ് ഐറ്റം, ഒരു ഫ്രൂട്ടി പോലുള്ള ഐറ്റം, പിന്നെ ഒരു ക്രീമർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ തിരിച്ചു പോയ സമയത്ത് കിട്ടിയത്. അപ്പം ഞാൻ ഈ ബ്ലോഗിൽ അതും കൂടെ ഉൾക്കൊള്ളിക്കുകയാണ്. ഇപ്പൊ ഇതാണ് അമൂൽ ഗോൾഡിന്റെ ക്രീമറാണ്. അത് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവർക്കാണ്. ഞാൻ ആക്ച്വലി അത് കുടിക്കാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. ഇനിയിപ്പോൾ അത് പിന്നെ ഇത് പഞ്ചാരയാണ്, ഷുഗറാണ് എയർ ഇന്ത്യയുടെ വരുന്നത്. ഇത് നമ്മൾ അതും ചായ കുടിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നവർക്ക് ഉപകാരപ്പെടും. നമ്മൾ ഈ വെള്ളം എടുത്തു. പിന്നെ അടുത്ത വീഡിയോയിൽ ഹോട്ടൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്, താമസിച്ച് എവിടെയാണ് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചാനൽ. എല്ലാവർക്കും ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.